ഹലോ എവരിവൺ. നമ്മൾ സിക്സ്ത് മൊഡ്യൂൾ ഫാക്സിലെ സിക്സ്ത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. UPFC യൂണിഫൈഡ് പവർ ഫ്ലോ കൺട്രോളർ, പിന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ കോൺഫിഗറേഷൻസ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ കൺട്രോൾ കേപ്പബിലിറ്റീസ് ഏതുവരെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനെ തുടങ്ങിയുള്ള കുറച്ച് കാര്യങ്ങളും ചെറുതായിട്ടുള്ളൊരു ഇക്വേഷൻസും പിന്നെ അതെങ്ങനെ വർക്കിംഗ് റേഞ്ചസ് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ അതേപോലെ ആ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ IPFC ഇൻലൈൻ പവർ ഫ്ലോ കൺട്രോളർ. അപ്പോൾ അതിൻ്റെയും വർക്കിങ്ങും അതിൻ്റെ ഡയഗ്രാംസും മാത്രമാണ് നമുക്ക് ഈ സിക്സ്ത് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് UPFCയുടെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ UPFC എന്ന് പറയുന്നത് യൂണിഫൈഡ് പവർ ഫ്ലോ കൺട്രോളറിനെയാണ് UPFC എന്ന് പറയുന്നത്. 1991 ഇത് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ഫാക്സ് കൺട്രോളിൽ നിന്നും UPFC എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ റിയൽ ടൈം കൺട്രോൾ ആൻഡ് ഡൈനാമിക് കോമ്പൻസേഷൻ ഓഫ് AC ട്രാൻസ്മിഷൻ സിസ്റ്റം. ഓക്കെ, റിയൽ ടൈമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പോൾ അബ്സോർബ് ചെയ്യുന്നതിനും ശരി അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യണമെന്നും ശരി റിയൽ ടൈം കൺട്രോളാണ്. പിന്നെ ഡൈനാമിക് കോമ്പൻസേഷൻ ഓഫ് AC ട്രാൻസ്മിഷൻ സിസ്റ്റം. അപ്പോൾ ഡൈനാമിക് ആണ്, സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്. പ്രൊവൈഡ് മൾട്ടി ഫങ്ഷണൽ ഫിക്സിബിലിറ്റി. അപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അബ്സോർബ് മാത്രം ചെയ്യും, അല്ലെങ്കിൽ ഒരെണ്ണം ജനറേറ്റ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ മൾട്ടി ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് UPFC. അങ്ങനെ പവർ ഡെലിവറിങ് സിസ്റ്റം ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ UPFC നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ UPFC കാരണം കൊണ്ട് നമുക്ക് വോൾട്ടേജ് ആയാലും ശരി, ഇമ്പിഡൻസ് ആയാലും ശരി, ഫേസ് ആംഗിൾ ആയാലും ശരി, ഏത് പാരാമീറ്റേഴ്സിന് വേണമെന്നുണ്ടെങ്കിലും ഈ UPFC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പവർ ഇലക്ട്രോണിക്സ് ബേസ്ഡ് കൺട്രോളർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാം, ഫാക്സിൻ്റെ എന്ന് പറയുന്നത് തന്നെ നമുക്കതിൻ്റെ വോൾട്ടേജും ഇമ്പിഡൻസും ആംഗിൾ ഡെൽറ്റേനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടോട്ടലി നമുക്ക് സെൻഡിങ് എന്തായാലും റിസീവിങ് എന്തായാലും ശരി അതിൻ്റെ പവർ ക്വാളിറ്റി ഇഷ്യൂസ് റിഡ്യൂസ് ചെയ്തിട്ട് മാക്സിമം പവർ ക്വാളിറ്റിയിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ ഇതിലെല്ലാം പാരാമീറ്റേഴ്സും V ആയാലും ശരി, I ആയാലും ശരി, ഡെൽറ്റ ആയാലും ശരി, എല്ലാ പാരാമീറ്റേഴ്സും ഒരുമിച്ച് ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇതിന് യൂണിഫൈഡ് പവർ ഫ്ലോ കൺട്രോളർ എന്നുള്ളൊരു പേര് വന്നത്. പിന്നെ ഇനിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ് ക്യാൻ ഇൻഡിപെൻഡൻ്റ്ലി കൺട്രോൾ ദി ബോത്ത് റിയൽ ആൻഡ് റിയാക്റ്റീവ് പവർ. ഇതിൻ്റെ നമ്മുടെ പവർ ക്വാളിറ്റി കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ UPFC എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോത്ത് റിയൽ പവറിനെയും റിയാക്റ്റീവ് പവറിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ്സ് എങ്ങനെയാണ് വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റിസീവിങ് എൻഡാണ്, ഇത് സെൻഡിങ് എൻഡാണ്. അപ്പോൾ സെൻഡിങ് എൻഡിൻ്റെ ബസ് വോൾട്ടേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, VS എന്നുള്ള ബസ്സിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആക്ച്വലി VPQ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ ഡിവൈസസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആക്റ്റീവ് പവറിനെയും റിയാക്റ്റീവ് പവറിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. VPQ ഇവിടെ കണ്ട QPQ. അപ്പോൾ ആക്റ്റീവ് പവറിനെയും റിയാക്റ്റീവ് പവറിനെയും കൺട്രോൾ ചെയ്യുന്നു. അപ്പം ഇവിടെ നോക്കൂ, Q എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവർ. അപ്പോൾ ഇവിടെ വോൾട്ടേജിൽ നമുക്ക് റിയൽ പവർ ആയാലും ശരി, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ളതായാലും റിയാക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്തതിന് ശേഷമുള്ള പവറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ ഫ്ലോ ആകുന്നത്. അപ്പോൾ ഇവിടെ നോക്കും, നമുക്ക് വോൾട്ടേജ് എഫക്റ്റീവ്, നമുക്ക് നേരത്തെ പറയുന്നു സീരീസ് സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇൻജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇറ്റ് വിൽ ഇൻജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഷണ്ടിനും അതേപോലെയുള്ള റീസൺസ് പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ടോട്ടലി നമ്മൾക്ക് എന്ത് വോൾട്ടേജാണ് ഇവിടെ എഫക്റ്റായിട്ട് കിട്ടുന്നത്, അതായത് നമ്മുടെ സാധാരണ എഫക്റ്റീവ് വാല്യൂ, നെറ്റ് എഫക്റ്റീവ് വാല്യൂ. ഇപ്പോൾ നമുക്ക് ചില സമയത്ത് ഇമ്പിഡൻസിനെ കൂട്ടേണ്ടി വരുന്നു എന്ന് പറഞ്ഞു, ചില സമയത്ത് ഇമ്പിഡൻസിനെ കുറയ്ക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു. അപ്പം ടോട്ടലി അവിടെ എന്ത് വോൾട്ടേജാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ എന്ത് വോൾട്ടേജാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് VS പ്ലസ് VPQ. ഓക്കെ, അതായത് നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുത്തതും പ്ലസ് ഈ ഡിവൈസസ്, അതായത് UPFC എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് എന്ത് എമൗണ്ട് കൊടുത്തു ആ വോൾട്ടേജിനും കൂടെ
പ്ലസ് ചെയ്യുന്നതായിരിക്കും. ചില സമയത്ത് ഇത് പ്ലസ് വാല്യൂ ആയിരിക്കും, +10 അല്ലെങ്കിൽ +20 എന്നുള്ള വാല്യൂ ആയിരിക്കും. അതായത് ഇത് ജനറേറ്റ് ചെയ്യുന്നത് പോലെ. ചില സമയത്ത് VS -10 അല്ലെങ്കിൽ 20 ആയിരിക്കും, ഇത് അബ്സോർബ് ചെയ്യുന്നത് പോലെ. ഓക്കെ, അതാണ് ഇവിടെ VPQ എന്ന് പറയുന്നത്. പിന്നെ ഇത് X എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിലുള്ള ഇമ്പിഡൻസ്, അതിലുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് VX എന്ന് പറയുന്നത്. ഇവിടെ VR എന്ന് പറയുന്നത് റിസീവിങ് എൻഡ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ കാണുമ്പം നമ്മൾക്ക് അതിൻ്റെ ഒരു ഫേസർ ഡയഗ്രാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ VR, ഓക്കെ, റിസീവിങ് എൻഡിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സെൻഡിങ് എൻഡിലുള്ളത്, ഇത് നമ്മുടെ VPQ. ഓക്കെ, കണ്ടോ, VPQ. അപ്പോൾ ഇത് നമുക്ക് നെറ്റ് റിസൾട്ടൻ്റായിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫേസർ സം ഓഫ് VS + VPQ. അപ്പോൾ അതിൻ്റെ ഫേസർ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, നമ്മുടെ VPQ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കിൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ഏത് റേഞ്ചസിലാണ് വർക്ക് ചെയ്ത് വരണത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചേഞ്ച് ഇൻ ഡെൽറ്റ, നമ്മൾ ആ ഡെൽറ്റയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ കണ്ടോ അതിൻ്റെ ഇമ്പിഡൻസ് വാല്യൂ ചേഞ്ച് ആകുന്നു, VXO എന്നുള്ള ഇമ്പിഡൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, ഈ VF എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിൽ ചേഞ്ചസ് വരുന്നു. അപ്പോൾ ആംഗിളിന് നമുക്ക് എങ്ങനെയാണ് വേരി ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ VX എന്ന് കണ്ടോ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈനിലെ ഇമ്പിഡൻസ് വാല്യൂ ആണ്. അപ്പോൾ ആക്ച്വലി ഇങ്ങനൊരു ഫേസർ ഡയഗ്രാംസ് ആണ് നമുക്ക് ആക്ച്വലി ഒരു VPFCയുടെ വർക്കിങ്ങിൽ കിട്ടുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് നോക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് അതിൻ്റെ ഒരു ബേസിക് ഡയഗ്രാംസ് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ VPFC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മേലെ കാണിച്ചിരിക്കുന്നതാണ് നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക്കലി 2 കാര്യങ്ങളാണുള്ളത്, 2 കൺവേർട്ടേഴ്സാണ് ഉള്ളത്. ഒരെണ്ണം കൺവേർട്ടർ 1ഉം ഇനി ഒരെണ്ണം കൺവേർട്ടർ 2ഉം. ഓക്കെ, അപ്പോൾ ഈ കൺവേർട്ടർ 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷണ്ട് കണക്റ്റഡ് ടു ദി ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ട്രാൻസ്മിഷൻ ലൈനിലേക്ക് ഷണ്ട് എന്നുള്ള രീതിയിലാണ്, പാരൽ എന്നുള്ള രീതിയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, GTUവും ഡയോഡും ഉണ്ട്. അപ്പോൾ ഇവിടെ 3 സെറ്റുകളാണ് ഉള്ളത്. ഓക്കെ, 1 2 3. ഓക്കെ, അതിൽ നിന്ന് 3 ലൈൻസ് എടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവിങ് എൻ AC ഔട്ട്പുട്ട്. അതേപോലെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീരീസ് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ ഒരു കൺവേർട്ടർ ഉണ്ട്, അതിൻ്റെ ഔട്ട്പുട്ടും നമുക്ക് എന്ത് തന്നെയാണ്, AC ആണ്. ബട്ട് ഇറ്റ് ഈസ് കണക്റ്റഡ് സീരീസ് ടു ദി ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ ടോട്ടലി നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിലെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V എന്ന് പറയുന്നത് V + VPQ ആയിരിക്കും. അപ്പോൾ ഈ VPQ എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും എന്ത് വോൾട്ടേജ് ആണോ കൊടുക്കുന്നത് അതിൻ്റെയും കൂടെ പ്ലസ് ചെയ്തൊരു വാല്യൂ വെച്ചിട്ടായിരിക്കും ടോട്ടലി ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ സീരീസ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഇതിൻ്റെ ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ചെയ്യാനും ഇതെങ്ങനെ വർക്ക് ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു കൺട്രോൾ ബോക്സ് ഉണ്ട്. പിന്നെ അതിൽ മെഷേർഡ് വാല്യൂ, അതായത് ഇപ്പോൾ നമുക്ക് ട്രാൻസ്മിഷൻ ലൈനിലുള്ള ഇപ്പോൾ ആക്ച്വൽ പ്രസൻറ്റ് കണ്ടീഷനുള്ള വാല്യൂസ് മെഷർ ചെയ്യാനുള്ള മെഷേർഡ് വാല്യൂസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പാരാമീറ്റർ സെറ്റിംഗ് ഉണ്ട്. പാരാമീറ്റർ സെറ്റിങ്സ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് 230 എന്നുള്ള വാല്യൂസ് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ അങ്ങനെയുള്ള പാരാമീറ്റർ സെറ്റേഴ്സ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ റെഫറൻസ് വാല്യൂ എല്ലാത്തിൻ്റെയും റെഫറൻസ് വാല്യൂ എടുത്തതിന് ശേഷം ആ റെഫറൻസ് വാല്യൂയിൽ വല്ല ഡീവിയേഷൻസ് വരുമ്പോഴാണ് ഈ ഡിവൈസുകൾ ആക്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു UPFCയുടെ ജനറൽ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, നമുക്കിവിടെ V ഉണ്ട്, VPQ ഉണ്ട്, അതിൻ്റെ ഒരു ഫേസർ സം എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് വാല്യൂ. ഇതിനെ തന്നെയാണ് നമ്മൾ V എഫക്റ്റീവ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്, V + VPQ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ഡയഗ്രാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്, നടുവിൽ അതിൻ്റെ ഒരു DC ലിങ്ക് ഉണ്ട്, കണ്ടോ, +VDC എന്ന് പറഞ്ഞ ഒരു DC ലിങ്ക് ഉണ്ട്. ആക്ച്വലി ഈ ഒരു DC ലിങ്കാണ് ഇറ്റ്സ് ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ UPFCയുടെ ഫുൾ കൺട്രോളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വരുന്നത് ഈ ഒരു DC ലിങ്കാണ്. അപ്പോൾ ഇതിൽ 2 കൺവേർട്ടർ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് കൺവേർട്ടർ 2 ആണ്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺവേർട്ടർ 2ൻ്റെ വർക്കിങ്ങിന് കൺവേർട്ടർ 1 ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നോക്കുക. ഇറ്റ് ഈസ് ആൻ AC ടു AC കൺവേർട്ടർ, 2 സൈഡും ഇറ്റ് ഈസ് ആക്ട് ആസ് എ AC. ഇവിടെയും AC ആണ്, ഇവിടെയും AC ആണ്. അപ്പോൾ 2 എൻഡിലും AC ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൽ റേഞ്ചസ്, ഓക്കെ,
അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് VPQൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കൺട്രോളബിൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 0 മുതൽ അതിൻ്റെ മാക്സിമം വാല്യൂ വരെ അതിന് പോകാൻ പറ്റും. ഏത് വാല്യൂ വരെയാണോ നമുക്ക് ആ VPQ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഡിവൈസിൻ്റെ കേപ്പബിലിറ്റി, ആ ഒരു കേപ്പബിലിറ്റി വരെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ അതിൻ്റെ ആംഗിൾ ഡെൽറ്റ എന്നുള്ളതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 0 മുതൽ 2π വരെയാണ് അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇൻ സീരീസ് വിത്ത് ദി ട്രാൻസ്മിഷൻ ലൈൻ. പിന്നെ ഇവിടെ ദി കോൺസെപ്റ്റൽ UPS ഈസ് ജനറലായിട്ട് സിങ്ക്രോണസ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, SVC. സിങ്ക്രോണൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമുക്കൊരു പ്രോസസ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും അതേ രീതിയിൽ തന്നെ തുടർന്നു പോകുന്നതിനെയാണ് നമ്മൾക്ക് സിങ്ക്രോണൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻ ദിസ് ഫംഗ്ഷൻ അൺറെസിസ്റ്റഡ് ഓപ്പറേഷൻ വിച്ച് ക്ലിയർലി ദാറ്റ് ഇൻക്ലൂഡ്സ് വോൾട്ടേജ് ആൻഡ് ആംഗിൾ റെഗുലേഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു UPFC എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് ഉപയോഗിച്ച് നമ്മളെന്ത് പറഞ്ഞു, റിയൽ പവറും റിയാക്റ്റീവ് പവറും ഇതിനെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് മോസ്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വോൾട്ടേജ് ആൻഡ് ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് റെഗുലേഷൻസും ഉണ്ടാവും, ആംഗിൾ റെഗുലേഷൻസും ഉണ്ടാവും. ഓക്കെ, അതുണ്ടാവും. പിന്നെ സാധാരണ നമ്മളിപ്പോൾ ഇതിന് മുമ്പ് പഠിച്ചിരിക്കുന്ന ഡിവൈസസുകളെല്ലാം എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇറ്റ് വിൽ അബ്സോർബ് ദി റിയാക്റ്റീവ് പവർ ഓർ ഇറ്റ് വിൽ ബി ജനറേറ്റ് ദി റിയാക്റ്റീവ് പവർ അല്ലേ. പിന്നെ അതേപോലെ ഇറ്റ് വിൽ കൺട്രോൾ ദി റിയൽ പവർ ഓർ ഇറ്റ്സ് കൺട്രോൾ ദി റിയാക്റ്റീവ് പവർ. അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വിൽ കൺട്രോൾ ദി ബോത്ത് റിയൽ ആൻഡ് റിയാക്റ്റീവ് പവർ ഇൻ എനി ഡയമെൻഷണൽ. അതായത് ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി അബ്സോർവ് ഓർ ഇറ്റ് ക്യാൻ ബി ജനറേറ്റ് ഓർ അത് ഏത് വേണമെങ്കിലും ചെയ്യാം, ആക്റ്റീവ് പവറോ റിയാക്റ്റീവ് പവറോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും കൂടെ കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻ UPSC ദ അറേഞ്ച്മെൻറ്റ് ഓഫ് റിയൽ പവർ ഈസ് എക്സ്ചേഞ്ച് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദി 1N ബസ്. അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ UPFC ഡിവൈസ് എപ്പോഴും കണക്ട് ചെയ്യുന്നത് സെൻഡിങ് എൻഡ് ബസ്സിൻ്റെ അടുത്താണ് അതിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡയഗ്രാംസ് നോക്കുമ്പോഴും മനസ്സിലാകുന്നുണ്ട്, നമുക്ക് സെൻഡിങ് എൻഡ് ബസ് ഇവിടെ VS എന്ന് കാണിച്ചിട്ടുണ്ട്. ആ VSൻ്റെ തൊട്ടടുത്താണ് നമുക്കിവിടെ VPQ എന്നുള്ളൊരു വാല്യൂ അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൽ 2 കൺവേർട്ടേഴ്സ് ആണെന്ന് പറഞ്ഞു, ബാക്ക് ടു ബാക്ക് 2 കൺവേർട്ടേഴ്സ് എന്നാണ് പറഞ്ഞു. അതിന് കൺവേർട്ടർ 1 എന്നും കൺവേർട്ടർ 2 എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ നടുവിലൊരു DC സ്റ്റോറേജ് കപ്പാസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആ ഫിഗർ അതിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 2 കൺവേർട്ടേഴ്സും അതിൻ്റെ നടുവിലൊരു DC സ്റ്റോറേജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഇറ്റ് ഈസ് ആൻ ഐഡിയൽ AC ടു AC പവർ ട്രാൻസ്ഫർ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺവേർട്ടർ 1ൻ്റെ അവിടെയും AC ആണ്, കൺവേർട്ടർ 2ൻ്റെ അവിടെയും AC ആണ്. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് ആൻ AC ടു AC പവർ കൺട്രോളർ ഇൻ വിച്ച് ദ റിയൽ പവർ ക്യാൻ ഫ്രീലി ഫ്ലോ ഇൻ എയ്തർ ഡയറക്ഷൻ. അപ്പോൾ ഇവിടുത്തെ റിയൽ പവറും റിയാക്റ്റീവ് പവറിൽ റിയൽ പവർ എനി ഡയറക്ഷൻ, അതായത് കൺവേർട്ടർ 1 നിന്ന് കൺവേർട്ടർ 2ലേക്കോ അല്ലെങ്കിൽ കൺവേർട്ടർ 2 നിന്ന് കൺവേർട്ടർ 1ലേക്കോ എനി ഡയറക്ഷനിലേക്ക് ഫ്രീ ഫ്ലോ ആയിട്ട് നടത്താൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ each converter can independently generate or absorb the reactive power. കണ്ടോ, അതായത് 2 കൺവേർട്ടറും ഇപ്പോൾ കൺവേർട്ടർ 1ഉം കൺവേർട്ടർ 2 എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് ഇൻഡിപെൻഡൻ്റ്ലി, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ജനറേറ്റ് ഓർ അബ്സോർബ് ദി റിയാക്റ്റീവ് പവർ അറ്റ് ഇറ്റ്സ് ഓൺ ഔട്ട്പുട്ട് ടെർമിനൽ. ഓക്കെ, അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽ ഇപ്പോൾ കൺവേർട്ടർ 1ൻ്റെ ഔട്ട്പുട്ട് ടെർമിനലിലായാലും ശരി, കണ്ടോ ഇതിൻ്റെ കൺവേർട്ടർ 1ൻ്റെ ഔട്ട്പുട്ട് ടെർമിനലായാലും ശരി, കൺവേർട്ടർ 2ൻ്റെ ഔട്ട്പുട്ട് ടെർമിനലായാലും ശരി, രണ്ടിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു DC സോഴ്സ് നടുവിൽ ഈ DC ലിങ്ക് മാത്രമാണ് ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന പാർട്ട്. അപ്പോൾ ആ കണക്ട് ചെയ്യുന്ന പാർട്ടിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇതിൽ ദി കൺവേർട്ടർ 2 ആണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ഞാൻ പറഞ്ഞു അല്ലേ. കൺവേർട്ടർ 2 പ്രൊവൈഡ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് UPFC by injecting the voltage VPQ with the control magnitude of VPQ with the phase angle P in series with the line of the injection transformer. അതായത് കൺവേർട്ടർ 2 ആണ്, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കൺവേർട്ടർ 2 ആണ് നമ്മുടെ ലൈനിൽ സീരീസ് ആയിട്ട് നിൽക്കുന്നത്.
അപ്പോൾ നമ്മുടെ വോൾട്ടേജിൽ നമ്മൾ പറഞ്ഞു UPFCയിൽ ഇറ്റ് ഈസ് ക്യാൻ കൺട്രോൾ ദി V ആൻഡ് ദി ആംഗിൾ എന്ന് പറഞ്ഞു അല്ലേ, രണ്ടിനെയും കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഈ രണ്ട് വാല്യൂസിനെയും കൺട്രോൾ ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ ഒരു സീരീസ് ട്രാൻസ്ഫോമർ ഉണ്ട്. കണ്ടോ, ഇവിടെ രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. ഒന്ന് സീരീസ് ട്രാൻസ്ഫോമർ, അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് സീരീസ് ആയിട്ടാണ് ഈ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ട്രാൻസ്ഫോമർ. അതാണ് ഇവിടെ സീരീസ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞത്. അതേപോലെ കൺവെർട്ടർ 1ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ലൈക്ക് എസ് എ ഷണ്ട് രൂപത്തിലാണ് കണക്ട് ചെയ്യുന്നത്. അതിലും ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഹെൽപ്പ് ഉണ്ട്. അതാണ് ഇവിടെ സപ്ലൈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറയുന്നത്, കൺവേർട്ടറാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻസ് എന്ന് വരുന്നത്. ഇറ്റ് ഈസ് കൺട്രോൾ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് VPQ ആൻഡ് ഫേസ് ആംഗിൾ P ഇൻ സീരീസ് വിത്ത് ദി ലൈൻ. അപ്പോൾ നമ്മുടെ വോൾട്ടേജിൻ്റെ VPQൻ്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ അതിൻ്റെ ആംഗിളും കൺട്രോൾ ചെയ്യുന്നത്, ഫേസ് ആംഗിളും കൺട്രോൾ ചെയ്യുന്നതും ഏതിനുള്ള ത്രൂ ദി ഇഞ്ചക്ഷൻ ട്രാൻസ്ഫോമർ ഓർ ദി സീരീസ് ട്രാൻസ്ഫോമർ. ഓക്കെ, അത് കൺവേർട്ടർ 2ൻ്റെ അവിടെയാണ് ഉള്ളത്. ഓക്കെ, ഇനി മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു 2-3 പോയിൻറ്റുകൾ മാത്രമേ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അപ്പം ദ ഇഞ്ചക്റ്റഡ് വോൾട്ട് ആക്ട് എസെൻഷ്യൽ ആസ് എ സിങ്ക്രോണസ് വോൾട്ടേജ് സോഴ്സ്. ദ ട്രാൻസ്മിഷൻ ലൈൻ കറണ്ട് ഫ്ലോ ത്രൂ ദി വോൾട്ടേജ് റിസൾട്ടിങ് ഇൻ ദി റിയാക്റ്റീവ് ആൻഡ് റിയൽ പവർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ അറ്റ് ദി AC സിസ്റ്റം. ഓക്കെ, അതായത് ഒരു മിനിറ്റ്, അതായത് നമുക്കിപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ ഫ്ലോയിന് ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും എക്സ്ചേഞ്ച്. ഓക്കെ, അതായത് ട്രാൻസ്മിഷൻ ലൈൻ ദി കറണ്ട് ഫ്ലോ ത്രൂ ദി വോൾട്ടേജ് സോഴ്സ് റിസൾട്ടിങ് ഇൻ, അതായത് ദി ട്രാൻസ്മിഷൻ ലൈനിലുള്ള കറണ്ട് ഫ്ലോ ത്രൂ ദി വോൾട്ടേജ് സോഴ്സ്, ഏത് വോൾട്ടേജ് സോഴ്സാണ് നമുക്ക് ആ കൺവേർട്ടർ 2-ലുള്ളത്, റിസൾട്ടിങ് ഇൻ ദി റിയാക്റ്റീവ് ആൻഡ് റിയൽ പവർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഇറ്റ് എന്ന് പറയുന്നത് ആ കൺവേർട്ടറിനെയും ആൻഡ് ദി AC സിസ്റ്റത്തിനെയാണ് പറയുന്നത്. പിന്നെ അതേപോലെ റിയാക്റ്റീവ് പവർ എക്സ്ചേഞ്ച് അറ്റ് ദി AC ടെർമിനൽ. AC ടെർമിനൽ എന്ന് പറയുന്നത് ഏതാണ്, ഇതിനെയാണ് AC ടെർമിനൽ എന്ന് പറയുന്നത്. അതായത് സീരീസ് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിലേക്ക് നമ്മൾ കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു പാർട്ടിയാണ് AC ടെർമിനൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. അറ്റ് ദി ടെർമിനൽ ഓഫ് ദി സീരീസ് insertion of transformer is generally generated internally by the converter. അപ്പോൾ ഇവിടെ റിയാക്റ്റീവ് പവർ എക്സ്ചേഞ്ചുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ആരുടെ അവിടെയാണ്, ആരാണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ജനറേറ്റഡ് ഇൻറ്റേർണലി ബൈ ദി കൺവേർട്ടറാണ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് എത്തിച്ച് അവിടെ കണക്ട് ചെയ്യുന്ന ആരാണ്, ആ സീരീസ് ഇൻസേർഷൻ ട്രാൻസ്ഫോമറാണ്. അവിടെയുള്ള ട്രാൻസ്ഫോമറാണ്, കൺവേർട്ടർ 2ൻ്റെ അവിടെയുള്ള ട്രാൻസ്ഫോമറാണ്. ദ റിയൽ പവർ ഈസ് എക്സ്ചേഞ്ച്ഡ് അറ്റ് ദി AC ടെർമിനൽ. ഓക്കെ, അപ്പോൾ റിയാക്റ്റീവ് പവറിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ദ റിയൽ പവർ എക്സ്ചേഞ്ച്ഡ് അറ്റ് ദി AC ടെർമിനൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു DC പവർ വിച്ച് അപ്പിയർ ഇൻ ദ DC ലിങ്ക്. അപ്പോൾ ദ റിയൽ പവർ എക്സ്ചേഞ്ച്ഡ് അറ്റ് ദി AC ടെർമിനൽ, ഏത് ടെർമിനൽ, കൺവേർട്ടർ 2ൻ്റെ അവിടെയുള്ള AC ടെർമിനലിൽ ഉള്ള റിയൽ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു DC പവർ വിച്ച് അപ്പിയർ അറ്റ് ദി DC ലിങ്ക് ആസ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവർ ഡിമാൻഡ്സ്. അപ്പോൾ ഇവിടെ ആ ഡയഗ്രാമിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നന്നായിട്ട് നോക്കാം, നമുക്ക് ആവശ്യമായിട്ടുള്ള റിയാക്റ്റീവ് പവർ കണ്ടോ, ഇവിടുത്തെ റിയാക്റ്റീവ് പവർ, ഇവിടുത്തെ ഉള്ളതെല്ലാം എറേസ് ചെയ്യാം. ഇവിടുത്തെ ഉള്ള റിയാക്റ്റീവ് പവർ, ഇപ്പോൾ റിയാക്റ്റീവ് പവർ കൊടുക്കുന്നത് ഏതിൽ നിന്നാണ്, ഈ കൺവേർട്ടർ 2 എന്നാണ് ആക്ച്വലി ഈ സീരീസ് ലൈനിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സീരീസ് ലൈനിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് അറ്റ് ദി AC ടെർമിനൽ എന്ന് പറഞ്ഞു അല്ലേ, AC ടെർമിനലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ റിയൽ പവർ എന്ന് പറയുന്നത് ഇവിടെയുള്ള AC-യിൽ നിന്നും DC-യിലേക്ക് മാറ്റി ഇവിടെ സ്റ്റോർ ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു VDC-യിൽ സ്റ്റോർ ചെയ്യണം, അതാണ് ഈ ഒരു ലൈൻ നമുക്ക് സൂചിപ്പിക്കുന്നത്. ദ റിയൽ പവർ എക്സ്ചേഞ്ച്ഡ് അറ്റ് ദി AC ടെർമിനൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു DC പവർ വിച്ച് അപ്പിയർ അറ്റ് ദി DC ലിങ്ക് ആസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് റിയൽ പവർ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ റിയൽ പവർ ഡിമാൻഡിനെ അനുസരിച്ച് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീണ്ടും നോക്കാം. പിന്നെ ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് ദി കൺവേർട്ടർ 1, ഇത്രയും നേരം കൺവേർട്ടർ 2 നമുക്ക് റിയാക്റ്റീവ് പവറിനെ എക്സ്ചേഞ്ച് ചെയ്യണു,
എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാക്കിയുള്ള റിയൽ പവറിനെ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ബാക്ക് ടു ഡി സി എന്നാണെന്ന് പറഞ്ഞു. അതിന് ഡി സി ലിങ്കിൽ ആ ഒരു വാല്യൂ അപ്പിയർ ചെയ്യണു എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കൺവേർട്ടർ 1ൻ്റെ വർക്കിംഗ് എന്തിനാണ്, വർക്കിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ കൺവേർട്ടർ 1ൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു സപ്ലൈ ഓർ അബ്സോർബ് ദി റിയൽ പവർ ഡിമാൻഡഡ് ബൈ ദി കൺവേർട്ടർ 2. അതായത് ഇപ്പോൾ കൺവേർട്ടർ 2 ബാക്കി വരുന്ന റിയൽ പവറിനെ ഡി സി പവർ ലിങ്കിലേക്ക് കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ആവശ്യം എക്സസ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തും ഇത് ഡി സി ലിങ്കിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു, അല്ലാത്തപ്പോൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അതാണ് ഇവിടെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺവേർട്ടർ 1ൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈസ് ടു സപ്ലൈ ഓർ അബ്സോർബ് ദ റിയാക്റ്റീവ് പവർ ഡിമാൻഡഡ് ബൈ ദി കൺവേർട്ടർ 2. ഇപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഡി സി ലിങ്കിലേക്ക് കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കൺവേർട്ടർ 2 അവിടെ കൊണ്ടുവന്ന് ഡി സി ലിങ്കിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരും അബ്സോർബ് ചെയ്ത് വെക്കുന്നുണ്ടാവും, കൺവേർട്ടർ 1 അബ്സോർബ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അതല്ല ഡി സി ലിങ്കിലുള്ള കാര്യങ്ങൾ മതിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഡി സി ലിങ്കിലേക്ക് കൺവേർട്ടർ 1 സപ്ലൈ ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് കൺവേർട്ടർ 1 ഈസ് ടു സപ്ലൈ ഓർ അബ്സോർബ് ദ റിയൽ പവർ ഡിമാൻഡഡ് ബൈ ദി കൺവേർട്ടർ 2 അറ്റ് ദി കോമൺ ഡി സി ലിങ്ക്. ഓക്കെ, ഇവിടെ ഡി സി ആണ്, കോമൺ ഡി സി ലിങ്ക് ടു സപ്പോർട്ട് ദ റിയൽ പവർ എക്സ്ചേഞ്ച്. ഓക്കെ, അതപ്പോഴാണ് ഒരു റിയൽ പവർ എക്സ്ചേഞ്ച് റിസൾട്ടിങ് ഫ്രം ദ സീരീസ് വോൾട്ടേജ് ഇഞ്ചക്ഷൻ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്കറിയാം സീരീസിൽ വോൾട്ടേജാണ് ഇഞ്ചക്റ്റ് ചെയ്യാമെന്നും ഷണ്ട് എന്നുള്ള സമയത്ത് കറണ്ട് വാല്യൂ ആണ് ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നിന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ബേസിക് ഫംഗ്ഷൻ ഓഫ് ദ കൺവേർട്ടർ ഈസ് ടു സപ്ലൈ ഓർ അബ്സോർബ് ദ റിയൽ പവർ ഡിമാൻഡഡ് ബൈ ദി കൺവേർട്ടർ 2 അറ്റ് ദി ഡി സി ലിങ്ക് ടു സപ്പോർട്ട് ദ റിയൽ പവർ എക്സ്ചേഞ്ച് റിസൾട്ടിങ് ഇൻ ദ സീരീസ് വോൾട്ടേജ് ഇഞ്ചക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൺവേർട്ടർ 1ൻ്റെ ഫംഗ്ഷൻ. കൺവേർട്ടർ 1ൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ടു സപ്ലൈ ഓർ അബ്സോർബ് ദ റിയൽ പവർ ഡിമാൻഡഡ് ബൈ ദി കൺവേർട്ടർ 2. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദ ഡി സി പവർ ലിങ്ക് ഡിമാൻഡഡ് ബൈ ദി കൺവേർട്ടർ 2. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഈസ് കൺവേർട്ടഡ് ബാക്ക് ടു എ സി by the converter 1 and it is coupled to the transmission line by a shunt connected transformer. അപ്പോൾ നന്നായിട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് കൺവേർട്ടർ 2 എന്ത് ചെയ്യുന്നു, അവിടുന്ന് ഡി സി ആക്കിയിട്ടാണ് ആ ഡി സി ലിങ്കിൽ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഡി സി ലിങ്കിൽ ഇപ്പോൾ എന്താ ഉള്ളത്, ഡി സി വാല്യൂ ഉണ്ട്. ഈ ഡി സിനെ വീണ്ടും എ സി ആക്കുന്നു. ആര്, നമ്മുടെ കൺവേർട്ടർ 1. അതിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്നു നമ്മൾക്ക് ഇവിടെ എ സി ആണ്, വീണ്ടും ഇവിടെ ഡി സിയിലാണ് സ്റ്റോറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിനുശേഷം ഈ ഡി സിനെ വീണ്ടും എ സി ആക്കിയിട്ടുള്ള ഔട്ട്പുട്ടാണ് കൺവേർട്ടർ 1ൻ്റെ സൈഡിലുള്ള ഔട്ട്പുട്ട്. അത് ഒരു ഷണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച്, കണ്ടോ ഇവിടെ ഒരു ഷണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വീണ്ടും നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നോക്കൂ, നമ്മുടെ ഈ കൺവേർട്ടർ 1ൻ്റെയും കൺവേർട്ടർ 2ൻ്റെയും രണ്ട് എക്സ്ട്രീം സൈഡും എ സി തന്നെയാണ്. ഇതിന് ഇൻ്റർലിങ്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഡി സി സോഴ്സാണ്. ഓക്കെ, ഒരു ഡി സി ലിങ്കാണ് അവിടെ ഇൻ്റർലിങ്കിലായിട്ട് ഉള്ളത്. അതാണ് ഈ ഒരു ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. കൺവേർട്ടർ 2 ഈസ് കൺവേർട്ടഡ് ബാക്ക് ടു എ സി ബൈ ദി കൺവേർട്ടർ 1 ആൻഡ് ഇറ്റ് ഈസ് കപ്പിൾഡ് ടു ദി ട്രാൻസ്മിഷൻ line by a shunt connected transformer. In addition to the real power needed by the converter 2, okay, converter 1 can also generate or absorb the controllable reactive power. അതായത് റിയൽ പവർ കൺവേർട്ടർ 2 ആവശ്യാനുസൃതം ആര് കൊടുക്കണമെന്ന് പറഞ്ഞു, കൺവേർട്ടർ 1 കൊടുക്കണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കൺവേർട്ടർ 1 ക്യാൻ ആൾസോ ജനറേറ്റ് ആൻഡ് അബ്സോർബ് ദി കൺട്രോളബിൾ റിയാക്റ്റീവ് പവർ. ഓക്കെ, കൺട്രോളബിൾ റിയാക്റ്റീവ് പവർ. അപ്പോൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ടർ 1 എന്ന് പറഞ്ഞതിൻ്റെ ഇന്ന ഒരു ഫംഗ്ഷൻ, ഇറ്റ് ക്യാൻ ആൾസോ ജനറേറ്റ് ഓർ അബ്സോർബ് ദി കൺട്രോളബിൾ റിയാക്റ്റീവ് പവർ ഇഫ് ഇറ്റ് ഈസ് ഡിസൈർഡ് and they provide an independent shunt reactive compensation for the line. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി കൺവേർട്ടർ 1 എന്ന് പറയുന്നത്, കൺവേർട്ടർ 1 ഇറ്റ് ഈസ് കണക്റ്റഡ് ഷണ്ട് ടു ദി ട്രാൻസ്മിഷൻ ലൈൻ ആണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ട്രാൻസ്ഫോമറോട് ഇറ്റ് ഈസ് കണക്റ്റഡ് ഷണ്ട് ടു ദി ട്രാൻസ്മിഷൻ ലൈൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കൺവേർട്ടർ 1ന് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇതിനെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ. കൺവേർട്ടർ 1 ക്യാൻ ഓൾസോ ജനറേറ്റ് ഓർ അബ്സോർബ് ദി കൺട്രോളബിൾ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൺവേർട്ടർ 1 ഷണ്ടായിട്ട് എവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് പ്രൊവൈഡ് എ ഷണ്ട് റിയാക്റ്റീവ് കോമ്പൻസേഷൻ ഫോർ ദി ലൈൻ.
ഓക്കെ. പിന്നെ അതേപോലെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കൺവേർട്ടർ 1 ക്യാൻ ഓപ്പറേറ്റ് അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ ഓർ കൺട്രോൾ ടു ഹാവ് റിയാക്റ്റീവ് പവർ എക്സ്ചേഞ്ച് ഇൻ ഇൻഡിപെൻഡൻറ്റ് ലൈൻ ഓഫ് ആൻ റിയാക്റ്റീവ് പവർ എക്സ്ചേഞ്ച്ഡ് ബൈ ദി കൺവേർട്ടർ 2. അപ്പോൾ കൺവേർട്ടർ 1 എന്ന് പറയുന്നതിൽ നമുക്കിപ്പോൾ കണ്ടു ഇറ്റ് ക്യാൻ ആക്ട് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഷണ്ട് റിയാക്റ്റീവ് കോമ്പൻസേഷൻ ആണെന്ന് നോക്കി. അപ്പോൾ ഇവിടെ കൺട്രോളർ 2 എന്ന് പറയുന്നത് സീരീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കൺട്രോളർ 1 എന്ന് പറയുന്നത് കൺവേർട്ടർ 1 എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ആസ് എ ഷണ്ട് അല്ലേ. ഇവിടെ സീരീസും ഇവിടെ ഷണ്ടുമാണ്. സോ സീരീസ് എന്നുള്ളതിൻ്റെ കാര്യം സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഷണ്ട് എന്നുള്ള കാര്യം ഷണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നടുവത്തെ ഈ ഡി സി ലിങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആര് സപ്ലൈ ചെയ്യുന്നു, ഈ കൺവേർട്ടർ 1 സപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കൺവേർട്ടർ 1 ചെയ്യുന്നത്. ഒപ്പം ഈ കൺവേർട്ടർ 1 എന്ത് ചെയ്യുന്നു, നമുക്ക് റിയാക്റ്റീവ് പവർ, ഷണ്ട് റിയാക്റ്റീവ് പവർ അല്ലെങ്കിൽ ഷണ്ട് റിയാക്റ്റീവ് കോമ്പൻസേഷൻ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ കൺവേർട്ടർ 1 ട്രാൻസ്മിഷൻ ലൈനിലേക്ക് ഷണ്ടായിട്ടും സപ്ലൈ ചെയ്യുന്നത്. അതാണ് ഇവിടെയൊക്കെ ഷണ്ട് റിയാക്റ്റീവ് കോമ്പൻസേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത്. Obviously there can be no reactive power flow through UPFC DC link. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക, നമ്മൾ ഇത്രയും നേരം റിയൽ പവറാണ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. കൺവേർട്ടർ 2 കൺവേർട്ടർ 1 വരണമെന്ന് പറഞ്ഞു. സോ ഈ ഡി സി ലിങ്കിലൂടെ ഫ്ലോ ആകുന്നത് ഏത് മാത്രമേ ഉള്ളൂ, റിയൽ പവർ മാത്രമേ ഉള്ളൂ. റിയാക്റ്റീവ് പവർ ഫ്ലോ ആരിലൂടെ പാസ്സാകുന്നില്ല, ആ ഡി സി ലിങ്കിലൂടെ വരുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അതിൻ്റെ കൺട്രോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം. ഇപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം കണ്ടിട്ടൊന്നും ഇതാകേണ്ട ആവശ്യമില്ല. അതിലെന്തൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. അതായത് ഈ ഡയഗ്രാമിൽ നിന്ന് ജസ്റ്റ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വോൾട്ടേജ്, ഇവിടെ ഒരു ഡയഗ്രാംസ് ഉണ്ട്. ഓക്കെ, വോൾട്ടേജ് റെഗുലേഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വി പ്ലസ് ഓർ മൈനസ് ഡെൽ വി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വോൾട്ടേജ് ചേഞ്ച് ഇൻ വാല്യൂ ആണല്ലോ ഡെൽറ്റ വി. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, അത് വരുന്ന രീതിയിൽ. പിന്നെ അതേപോലെ നമുക്ക് ഈ കോമ്പൻസേഷൻ വെച്ച് വാല്യൂസ് എങ്ങനെ കൂടുന്നു, എങ്ങനെ കുറയുന്നു, ആംഗിൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, വരുന്നു, റിസൾട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UPFC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി റിയാക്റ്റീവ് ഷണ്ട് കോമ്പൻസേഷൻ, സീരീസ് കോമ്പൻസേഷൻ ആൻഡ് ഫേസ് ആംഗിൾ റെഗുലേഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു UPFCയിൽ റിയൽ ഉണ്ട്, റിയാക്റ്റീവ് ഉണ്ട്, അതേപോലെ വോൾട്ടേജ്, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വോൾട്ടേജും ആംഗിളും ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ റിയാക്റ്റീവ് ഷണ്ട് കോമ്പൻസേഷനും ചെയ്യുന്നുണ്ട്, ആര് കൺവേർട്ടർ 1 ചെയ്യുന്നുണ്ട്. സീരീസ് കോമ്പൻസേഷൻ ചെയ്യുന്നുണ്ട്, ആര് കൺവേർട്ടർ 2 ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഫേസ് ആംഗിൾ റെഗുലേഷൻസും വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾക്ക് നോക്കുന്നത്. അപ്പോൾ UPFC can fulfill all these function and for thereby മൾട്ടി കൺട്രോൾ ഒബ്ജക്റ്റീവ്. മൾട്ടി കൺട്രോൾ ആണ് ഇവിടെ കാണുന്നത് അല്ലേ. നമുക്കിവിടെ ആരെ സീരീസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, ഷണ്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, വോൾട്ടേജിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഡെൽറ്റേനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി സെൻഡിങ് എൻഡ് ആണെന്ന് പറഞ്ഞു. VS ബസ്സിൻ്റെ അടുത്താണ് ഇത് കണക്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ ഇതിൽ നോക്കുമ്പോൾ ഫസ്റ്റ്, അപ്പോൾ ഈ സർക്കിൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, യൂണിറ്റ് സർക്കിളാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ നിന്നും യൂണിറ്റ് സർക്കിളിൻ്റെ റേഡിയസിലായിരിക്കും നമ്മൾ ഈ പറയുന്ന കാര്യത്തിൻ്റെ കൺട്രോളബിലിറ്റി, അതിൻ്റെ കൺട്രോളിങ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വോൾട്ടേജ് റെഗുലേഷൻ, രണ്ടാമത്തെ ലൈൻ ഇമ്പിഡൻസ് കോമ്പൻസേഷൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രസൻറ്റ് വാല്യൂ V എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ലൈൻ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ ഇമ്പിഡൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ V+VC കാണിച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് V-VC എന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഇമ്പിഡൻസ് വാല്യൂവിന് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് രണ്ട് ഭാഗങ്ങളിലുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്, വാല്യൂസ് കൂടുന്നതിനനുസരിച്ചും വാല്യൂസ് കുറയുന്നതിനനുസരിച്ചും. പിന്നെ അതേപോലെ ഫേസ് ഷിഫ്റ്റിംഗ്, അതായത് ആംഗിൾ ചേഞ്ചിങ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കും, നടുവിൽ V എന്നുള്ള വാല്യൂ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആംഗിൾ ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ നമ്മുടെ റൈറ്റ് സൈഡിലുണ്ട്. ആംഗിൾ
ചേഞ്ച് ചെയ്തതിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നു, ഇവിടെ ആംഗിൾ ഡിക്രീസ് ചെയ്യുന്നു. എന്നിരുന്നെങ്കിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡുകളിൽ നമ്മൾക്ക് റിസൾട്ടൻ്റ് ആയിട്ടുള്ള വിയിലുള്ള വാല്യൂ അധികം ചേഞ്ചസ് വരുന്നില്ല. അങ്ങനെയും നമ്മുടെ UPFC വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം സൈമൾട്ടേനിയസ് കൺട്രോൾ ഓഫ് വോൾട്ടേജ്, ഇമ്പിഡൻസ് ആൻഡ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ ഇവിടെ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ച ഡയഗ്രാമാണിത്. ഇവിടെ നോക്കൂ, നമ്മുടെ ഇമ്പിഡൻസ് വേരി ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കൂ, നമ്മുടെ ആംഗിൾ വേരി ചെയ്തതിൻ്റേതായിട്ടാണ് ഗ്രാഫ് കാണിക്കുന്നത്, അതിൻ്റെ ഫേസർ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, ഇതിൻ്റെ മൂന്നും കൂടിയിട്ടുള്ളൊരു ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ വോൾട്ടേജ് ഉണ്ട്, നമ്മൾ കൊടുത്ത VPQ, നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള വാല്യൂ, ഇത് ആംഗിളിൻ്റെ വാല്യൂ, ഇത് വോൾട്ടേജ് വേരിയേഷൻസ് നടത്തിയതിൻ്റെ. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേവ് ഫോമാണ്, അല്ല ഫേസർ ഡയഗ്രാമാണ് ഇവിടെ കാണുന്നത്. ഇതിവിടെ ഇങ്ങനെ വന്ന് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രാഫാണ്, അതായത് UPFC വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഈ ഒരു ഗ്രാഫ് കണ്ടത്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ മേലെ പോകുന്നുണ്ട്, വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് താഴെ വരുന്നുണ്ട്. അതാണ് ഈ ഓരോ ഡോക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വോൾട്ടേജായി, ഇമ്പിഡൻസായി, ആംഗിളായി, ഇതെല്ലാം കൂടെ കാണിക്കുന്ന ഒരു ഡയഗ്രാംസാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടായിരുന്നു V+del V വോൾട്ടേജ് റെഗുലേഷൻ. അപ്പോൾ ഇതിൽ കണ്ടോ, ഓരോ പോയിൻറ്റും കണ്ടോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടം വരെയുള്ള വോൾട്ടേജ് ആവാം, അടുത്തത് ഇവിടം വരെ കൺട്രോൾ ചെയ്യാം, ഇവിടം വരെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വോൾട്ടേജ് റെഗുലേഷൻ. രണ്ടാമത്തെ ഈ ലൈൻസ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇമ്പിഡൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് വോൾട്ടേജ് ഡിഫറൻസ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, അതേ പാറ്റേണിലുള്ള ഡോട്ടഡ് ലൈൻസ് ഇൻക്ലൈൻഡ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ആംഗിൾ വേരിയേഷൻസിലാണ് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഷേപ്പിൽ തന്നെ വീണ്ടും വരച്ച ലൈൻ, ആ രീതിയിലും ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദി ലോക്കൈ. ഓക്കെ, ലോക്കൈ എന്ന് പറഞ്ഞാൽ അറിയും, ആ ഒരു പാത്ത് മൂവ് ചെയ്യുന്നതിൻ്റെ പാത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ആ ഒരു ലോക്കൈ വാല്യൂ, അതായത് വാല്യൂ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന പാത്തിനെയാണ് ഇവിടെ ലോക്കൈ വാല്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ലോക്കൈയുടെ ഉള്ളിൽ നിന്നും ഈ ഒരു വേരിയേഷൻസ് നടത്താൻ പറ്റും എന്നുള്ളതാണ് UPFCയുടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്, ഫേസ് ഷിഫ്റ്റ് എങ്ങനെ നടക്കുന്നു, ഫേസ് ആംഗിൾ റെഗുലേഷൻസ്, പിന്നെ അതേപോലെ വോൾട്ടേജ് റെഗുലേഷൻസ്, ഫേസ് ഷിഫ്റ്റ് അഡ്വാൻസ് ഓർ റിട്ടാർഡ്. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നു, റിട്ടാർഡ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുന്നു. അതിലൊക്കെ കാര്യങ്ങളുണ്ട്. വിത്തൗട്ട് ചേഞ്ച് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ഡയഗ്രാം മൾട്ടി ഫങ്ഷൻ, ലാസ്റ്റിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് വാല്യൂസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് UPFCയുടെ. ഇനി അടുത്ത UPFCയുടെ മെയിനായിട്ട് ഇനിയൊരു കാര്യം വരുന്നത്, ഈ ഡയഗ്രാം ഒന്നും കണ്ടിട്ട് പേടിക്കേണ്ട, പ്രത്യേകിച്ച് അതിലൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. ഞാൻ ജസ്റ്റ് ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിവിടെ വോൾട്ടേജ് ബസ്സിൻ്റെ അടുത്താണ് നമുക്ക് ഈ UPFC കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ VPQ, V എഫക്റ്റീവ്, കറണ്ട് വാല്യൂ, ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇമ്പിഡൻസ് VR, അതിൻ്റെ ഫേസർ ഡയഗ്രാം കണ്ടോ. അതായത് നേരത്തെ ഡെൽറ്റ എന്നുള്ളൊരു വാല്യൂ ഫയറിംഗ് ആംഗിൾ ഡെൽറ്റ അല്ല, ഫേസ് ആംഗിൾ ഉണ്ടായിരുന്നു, ഫയറിംഗ് ആംഗിൾ അല്ല, ഡെൽറ്റ എന്നുള്ള വാല്യൂ ഉണ്ടായിരുന്നു. റിസീവിങ് എൻഡിലുള്ള വോൾട്ടേജ്, ഇമ്പിഡൻസ്, സെൻഡിങ് എൻഡിലുള്ള വോൾട്ടേജ്. ഓക്കെ, ഇത് VPQ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ഉള്ള വാല്യൂ, ഇത് എഫക്റ്റീവ് വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫേസർ വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ നേരത്തെ ഉള്ളത്, പിന്നെ ഈ ഡിവൈസും കൂടെ വരുമ്പോൾ ആംഗിൾ വേരിയേഷൻസ് വരണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് ആംഗിൾ വേരിയേഷൻസ് ആണ് ഇവിടെ ഡെൽ എഫക്റ്റീവ് എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾക്ക് എക്സാമിന് ചോദിക്കുന്നത് എന്താണോ ആ രീതിക്കുള്ള സാധനങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ 0, ഓക്കെ, അതായത് അതിൻ്റെ ഫേസ് ആംഗിൾ 0 എന്നുള്ള സമയത്തും ഫേസ് ആംഗിൾ 30 എന്നുള്ള സമയത്തും ഫേസ് ആംഗിൾ 60 എന്നുള്ള സമയത്തും ഫേസ് ആംഗിൾ 90 എന്നുള്ള സമയത്തും എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾക്കിവിടെ നോക്കാനുള്ളത്.
അപ്പോൾ ഇവിടെ നന്നായിട്ട് നോക്കൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം എന്ന് പറയുന്നത് മിനിമം, ഓക്കെ. പിന്നെ അതേപോലെ ഡെൽറ്റ എന്ന് പറയുന്നത് അറ്റ് 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ഫേസ് ആംഗിൾ എന്നുള്ള വാല്യൂ, ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് വിച്ച് ഈസ് വേരീസ് ഫ്രം 0 to 90 ഡിഗ്രി ഓൺലി. 0 മുതൽ 90 ഡിഗ്രി വരെ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഫേസ് ആംഗിൾ 0 എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു പോയിൻറ്റിൻ്റെ ഒരു ലോക്കയാണ് ഇവിടെ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസിൽ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് 0 എന്നും ഒരു ലോക്കായി വരച്ചിട്ടുണ്ട്. അതേപോലെ എക്സ്ട്രീം പോയിൻ്റ് എന്നും ഒരു ലോക്കായി വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് മിനിമം, മാക്സിമം, VPQ0, ഡെൽറ്റ 90 ഡിഗ്രി. അപ്പോൾ അറ്റ് ഫേസ് ആംഗിൾ 0 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഒരു യൂണിറ്റ് സർക്കിളിലാണ്. അപ്പോൾ ഫേസ് ആംഗിൾ 0 ആണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് നോക്കുക, ഫേസ് ആംഗിൾ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടോ QR, അതായത് റിയാക്റ്റീവ് പവർ അറ്റ് റിസീവിങ് സൈഡ്, QR എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന വാല്യൂവിന് മേലെ 0. ഇവിടെ കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെ 0.5 ആണ്. അതേപോലെ ഇവിടെയും 0.5 ഉണ്ട്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 0.5 പെർ യൂണിറ്റ് വരെ നമ്മൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു റേഞ്ചസിൽ. അപ്പോൾ നമുക്കിവിടെ ഇവിടെ ഒരു കണ്ടോ, പിയുടെ വാല്യൂ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു 0.5 വരെയാണ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അറ്റ് ദ ആംഗിൾ, ഫേസ് ആംഗിൾ 0 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതാണ് ഡെൽറ്റ 0 എന്ന് പറയുമ്പോൾ ആ UPFCയുടെ കൺട്രോളിങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ലിമിറ്റിൽ നമുക്ക് വാല്യൂസ് ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ഇപ്പം നമ്മൾ ആംഗിൾ 30 ഡിഗ്രിയിലേക്ക് മാറ്റണോ എന്ന് വിചാരിക്കുക. ആംഗിൾ 30 ഡിഗ്രിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോളിങ് റേഞ്ചസ് മാറുന്നുണ്ട്. കണ്ടോ, അതായത് നേരത്തെ പീഡ് പെർ യൂണിറ്റ് 0.5ഓടുകൂടെ അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ നോക്കൂ, നമുക്ക് 0 മുതൽ 1 വരെയുള്ള നമുക്ക് പിയുടെ വാല്യൂ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നോക്കൂ, ഓപ്പറേറ്റിംഗ് റേഞ്ചസിൽ അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോളബിൾ റേഞ്ചസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ 0.5 വരെ നേരത്തെ ഗ്രാഫ് ഉണ്ടായിരുന്നു, ഇതിലും 0.5 വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൺട്രോളബിൾ റീജിയൻ മാറുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അതിൻ്റെ 60 ഡിഗ്രി വരുമ്പോഴും നമ്മൾക്ക് മാറുന്നുണ്ട്. അതിൻ്റെ പിയുടെ കൺട്രോളബിൾ റീജിയൻസും -QR കൺട്രോളബിൾ റീജിയൻസും മാറുന്നുണ്ട്. അതേപോലെ 90 ഡിഗ്രി വരുമ്പോഴും അതിൻ്റെ കൺട്രോളബിൾ റീജിയൻ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഒരു ഫേസ് ആംഗിൾ മാറ്റുന്നതിനനുസരിച്ച് നമ്മൾക്ക് ആ UPFCയുടെ കൺട്രോളബിൾ റീജിയൻസ് നമുക്ക് മാറ്റിക്കൊണ്ടുവരാം. ഓക്കെ, അതാണ് ഇവിടെ മെയിനായിട്ട് ഇതിന് മുമ്പുള്ള ഇക്വേഷൻസും. ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ഈ ഇക്വേഷൻസ് കണ്ടുപിടിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടാണ് ഈ ലോക്കയും ബാക്കിയുള്ള കാര്യങ്ങളും കൺട്രോളിങ് എല്ലാം വരുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തീർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇതിൽ വേർഡിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി അതിൻ്റെ ഒരു കൺട്രോളിങ് എന്നുള്ള രീതിയിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൺട്രോൾ സ്ട്രക്ചർ, ഓക്കെ, കൺട്രോൾ സ്കീം, UPFCയുടെ കൺട്രോൾ സ്കീം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം ഒരെണ്ണം ഷണ്ടും ഒരെണ്ണം സീരീസുമാണ്. ഓക്കെ, ഇവിടെ ഷണ്ട് ഉണ്ട്, ഇവിടെ സീരീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നോക്കി വയ്ക്കാം. സീരീസിലാകുമ്പോൾ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സീരീസ് ട്രാൻസ്ഫോമർ. അപ്പോൾ അതിനൊരു സീരീസ് കൺട്രോളർ ഉണ്ടാവും. ആ സീരീസ് കൺട്രോളറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് പാരാമീറ്റേഴ്സ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ റെഫറൻസ് വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഷണ്ട് കൺട്രോളേഴ്സ്, നമ്മൾ നേരത്തെ ഷണ്ടിൻ്റെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷണ്ട് കൺട്രോളറിന് ആവശ്യമായിട്ടുള്ള കൺട്രോളർ വാല്യൂസും, ഓക്കെ, അതിൻ്റെ ബ്ലോക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെയും നമ്മൾ റെഫറൻസ് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു VDC റെഫറൻസ്. കണ്ടോ, ഇവിടെ DCയുടെ ലിങ്കിൻ്റെ ഒരു റെഫറൻസ് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഈ റെഫറൻസ് വാല്യൂ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീരീസ് കൺവേർട്ടറിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ആര് ചെയ്ത് കൊടുക്കുന്നുണ്ട്? ഷണ്ട് കൺവേർട്ടേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. സോ ഇതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അബ്സോർബ് ചെയ്യണോ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പം പിന്നെ അതിന് ശേഷം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ DC ലിങ്കിൻ്റെ ഒരു റെഫറൻസ് വാല്യൂയും കൂടെ ആരുടെ പോകണം, ഈ ഷണ്ട് കൺട്രോളറിൻ്റെ അടുത്ത് പോകണം. അതാണ് ഇവിടെ DC റെഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ IQ റെഫറൻസ്, അതായത് ഇത്രയും വാല്യൂ ആണ് നമ്മൾ റെഫറൻസ് കൊടുക്കുന്നു, അതിന് ശേഷം എന്തെങ്കിലും എറേഴ്സ് നടക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, ഇതിലുള്ള കൺട്രോളേഴ്സ് വർക്ക് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യണത്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ബേസിക് ഐഡിയ ഇത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, അതിൻ്റെ കൺട്രോളേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിൻ്റെ ഫുൾ ഫ്ലെഡ്ജഡ് ഓവറാൾ UPFC കൺട്രോളറിൻ്റെ ഒരു കൺട്രോൾ സ്ട്രക്ചറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിങ്ങിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം വായിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. സീരീസ് കൺട്രോളർ, ഷണ്ട് കൺട്രോളർ, അതിൻ്റെ DC ലിങ്ക്, ഇത് സീരീസ്, ഇത് ഷണ്ട്, അത് ഷണ്ട് കൺട്രോളേഴ്സ്, സീരീസ് കൺട്രോളർ. പിന്നെ ഇതിൻ്റെ ഫേസ് ലോക്ക്ഡ് ലൂപ്പ് PLL, നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, PLL എന്ന് പറയുന്നത്. അതിൽ പിന്നെ ഫങ്ഷണൽ ഓപ്പറേഷൻ കൺട്രോൾ എന്ന് പറയുന്ന കാര്യം, സിസ്റ്റം ഒപ്റ്റിമൈസേഷൻ കൺട്രോൾ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഇവിടെ V1 റെഫറൻസ്, ISH റെഫറൻസ്, VPQ റെഫറൻസ്, സെഡ് റെഫറൻസ്, ആംഗിൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഫറൻസ് കൊടുക്കും. റെഫറൻസിൻ്റെ ഇത്ര വാല്യൂ ആണെന്നുള്ളത് എല്ലാത്തിനെയും നമ്മൾ റെഫറൻസ് ഇൻപുട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഔട്ട്പുട്ടിലുള്ള സിഗ്നൽ വാല്യൂ എടുത്ത് നമുക്ക് ഇൻപുട്ടിലേക്ക് കൊടുക്കും. രണ്ടും തമ്മിലുള്ള എറർ വാല്യൂ വരുന്നതിനനുസരിച്ച് ഇത് വർക്ക് ചെയ്ത് തുടങ്ങും. ഇതാണ് ആക്ച്വലി ഈ ഒരു ടോട്ടലി ഒരു UPFCയുടെ ഓവറോൾ കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും. നിങ്ങൾക്ക് എക്സാമിന് മോസ്റ്റ്ലി ചോദിക്കുന്നത് ഇതിൻ്റെ കൺട്രോൾ സ്ട്രക്ചേഴ്സും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്നുള്ളത് കാര്യങ്ങളും, എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ മോസ്റ്റ്ലി നമ്മുടെ 6th മൊഡ്യൂൾ UPFC എന്നുള്ളൊരു ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും അടുത്തൊരു ടോപ്പിക്ക് കാണാം.